الحمد لله الواقية جنة الباقية سنة الواجبة منة الغالبة منة القاهرة حجة الجارية مشية فسبحانه إليه منه الأمان أحمده كما يجب وينبغي وأشهد أن لا إله إلا الله وحده لا شريك له شهادة من أبصر بعين التحقيق وسلك إلى الله أقصد الطريق وأشهد أن محمدا عبده ورسوله أرسله نذيرا بين يدي عذاب شديد ومحذرا من أحوال يوم الوعيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي هجر يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ശക്തമായി ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 4 ഘട്ടമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത്. ഒന്ന് ഗർഭകാലമാണ്, 2 ഈ ഐഹിക ജീവിതമാണ്, 3 ബർസഖ് അഥവാ ഖബർ ജീവിതമാണ്, 4 അതിനുശേഷമുള്ള ശാശ്വതമായ പരലോക ജീവിതമാണ്. ഈ 4 ഘട്ടങ്ങളാണ് നമുക്കെല്ലാവർക്കും നേരിടാനുള്ളത്. ഒന്നാമത്തെ ഘട്ടം അത് ഗർഭകാലമായിരുന്നു. നമ്മളൊന്നും അറിയാത്ത കാലം. ഒരു മനുഷ്യന്റെ രൂപം വെച്ചത് മുതൽ നമുക്ക് കണ്ണുണ്ട്, കാതുണ്ട്, കയ്യും കാലുമുണ്ട്. ശ്വസിക്കാൻ നമുക്ക് അവയവങ്ങൾ അല്ലാഹു പടച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് വേണ്ടതൊക്കെ ഗർഭകാലത്തുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ആവശ്യമില്ലായിരുന്നു. കാണാൻ കണ്ണവിടെ ആവശ്യമില്ല, കേൾക്കാൻ കാത് ഗർഭത്തിൽ ആവശ്യമില്ല, ശ്വസിക്കാൻ പോലും നമുക്ക് അവിടെ അവയവം ഗർഭത്തിൽ ആവശ്യമില്ലായിരുന്നു. ഒരു മനുഷ്യന്റെ രൂപം വെച്ചതിന് ശേഷം കയ്യും കാലുണ്ട്, പക്ഷെ ആ ഗർഭകാലത്ത് കയ്യിൻ്റെയും കാലിൻ്റെയും ആവശ്യമില്ലായിരുന്നു. ഒന്നാമത്തെ ഘട്ടം അതാണ്. എങ്കിൽ സഹോദരങ്ങളെ, രണ്ടാമത്തെ ഘട്ടമാണ് നമ്മുടെ ഇഹലോക ജീവിതം. അവിടെയാണ് നടക്കാൻ കാലാവശ്യം, പിടിക്കാൻ കൈ ആവശ്യം, കാണാൻ കണ്ണും കേൾക്കാൻ കാതും ആവശ്യം. രണ്ടാമത്തെ ഘട്ടത്തിലാണ്. എങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് നമുക്ക് സംഭവിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തെ അത് ബാധിക്കൂലേ? ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു സെല്ലിന് തകരാറ് സംഭവിച്ചിരുന്നെങ്കിൽ, ഒന്നാമത്തെ ഘട്ടത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ, ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് നടക്കാനോ ഇരിക്കാനോ ചിന്തിക്കാനോ ആലോചിക്കാനോ ജീവിക്കാൻ, ഒരു മനുഷ്യന്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റുമായിരുന്നോ? പറ്റുമായിരുന്നില്ല. ഒന്നാമത്തെ ഘട്ടത്തിൽ കണ്ണും കാതും കാലും ഒന്നും ആവശ്യമില്ല ഗർഭത്തിൽ. അത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പടച്ചോൻ തന്നതാണ്. ആ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്തെങ്കിലും തകരാറ് പറ്റിയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലെ ജീവിതം വളരെ പ്രയാസമായിരിക്കും.
എങ്കിൽ സഹോദരങ്ങളെ, രണ്ടാമത്തെ ഘട്ടമായ ജീവിതം ഇവിടെ വല്ല തകരാറും പറ്റിയാൽ മൂന്നാമത്തെ ഘട്ടവും നാലാമത്തെ ഘട്ടവും ഖബറും പരലോകവും ഏറെ പ്രയാസകരമായിരിക്കും. ഒരു ചെറിയ സൂറത്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള കാണാപാഠം നമുക്കുള്ളൊരു ചെറിയ സൂറത്ത്. ആ സൂറത്തിൽ അള്ളാഹ് പറഞ്ഞു വൽ അസ്ർ. വൽ അസ്ർ എന്ന് പറഞ്ഞാൽ കാലം തന്നെയാണ് സത്യം. നമ്മൾ അർത്ഥം പറയും. അത് ജനുവരിയും ഫെബ്രുവരിയും, അത് പിന്നെ ക്രിസ്തുവർഷവും അതുപോലെ തന്നെ ഹിജറ വർഷവും കൊല്ലങ്ങളും നൂറ്റാണ്ടുകളും മാത്രമാണ് എന്ന് കരുതണ്ട. വൽ അസ്ർ, കാലഘട്ടം എന്ന് പറയും. ഈ 4 ഘട്ടങ്ങൾ അള്ളാഹ് സത്യം ചെയ്ത് പറയാം. അള്ളാഹ് സത്യം ചെയ്ത് പറയുന്ന 4 ഘട്ടങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ 4 ഘട്ടം പെടും. ഗർഭകാലം, ഈ ഐഹിക ജീവിതം, ഖബറും പരലോകവും. അള്ളാഹ് പറയാ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇത് ഈ 4 ഘട്ടമൊക്കെ ആർക്കാ ബാധകം? മനുഷ്യനാണ്, നമുക്കാണ്. മനുഷ്യൻ നഷ്ടത്തിലാണ്. അള്ളാഹ് പറഞ്ഞു 4 കാര്യങ്ങൾ ചെയ്യുന്നവരൊഴികെ എല്ലാവർക്കും ആ 4 കാര്യമൊക്കെ കാണാപ്പാടാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇല്ലല്ലദിനാമനു, വിശ്വാസം ശരിയാകണം. അത് അൽഹംദുലില്ലാ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഉള്ളത് നമ്മളെ വിശ്വാസത്തിന് തകരാറൊന്നുമില്ല എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തകരാറും ഇല്ല, അൽഹംദുലില്ലാ. ഇല്ലല്ലദിനാമനു, അതുകൊണ്ട് മാത്രം മതിയോ? ഇല്ല, 4 കാര്യങ്ങൾ ഉണ്ടാകണം. വഅമലു സ്വാലിഹാത്തി, രണ്ടാമത്തേതാണ് അമലു സ്വാലിഹാത്ത്. ജീവിതം നല്ല കർമ്മങ്ങൾ കൊണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തണം. നമ്മളെ ഷഹാദത്തിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയെ, നമ്മളെ ഈമാനിനെ നമ്മളെ കർമ്മങ്ങൾ കൊണ്ട്, അമലുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. അമലു സ്വാലിഹാത്ത് അത് അവസരമാണ്. അല്ലാഹു തആല അമലുകൾ, പല പല അമലുകൾ പറഞ്ഞു, പല തരം അമലുകൾ പഠിപ്പിച്ചു. ആ അമലുകൾക്ക് തന്നെ, ഒരേ അമലുകൾ തന്നെ അത് ചെയ്യുന്ന സമയവും സന്ദർഭവും വർഷവും മാസവും ദിവസവും ഒക്കെ വ്യത്യസ്തമായിട്ട് പറഞ്ഞു. നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരം റമളാനിലെ നിസ്കാരം പ്രത്യേകമാണ്. സ്വതക്ക കൊടുക്കുന്നുണ്ട്, റമളാനിലെ സ്വതക്ക പ്രത്യേകമാണ്. നിസ്കാരം ഇവിടെയുണ്ട്, ഹറമിലുണ്ട്, ഹറമിലെ നിസ്കാരം പ്രത്യേകമാണ്. ഇവിടെ ദൂരസ്കരിച്ച പോലല്ല ഹറമിലെ ദൂരസ്കരിക്കൽ. സ്ഥലവും സമയവും സന്ദർഭവും അമലിൽ വ്യത്യാസം വരും. ഇന്ന് ദുൽഹിജ്ജ 2 ഈ ദുൽഹിജ്ജ 2 പ്രത്യേകത അത് നമ്മൾ മനസ്സിലാക്കണം. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. ഈ വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മൾ ഓതിയ അൽ കഹ്ഫിന് പ്രത്യേകത ഉണ്ട്. ഇന്ന് ചൊല്ലിയ തസ്ബീഹിനും തഹ്മീദിനും പ്രത്യേകത ഉണ്ട്. അത് നാളെക്കില്ല, ഇന്നലക്കില്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അത് മാത്രമല്ല, ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ്. എന്താണ് ഈ ആദ്യത്തെ 10 ദിനങ്ങൾ? സഹോദരങ്ങളെ, അല്ലാഹ് പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്താ പറഞ്ഞത്? ജീവിതം, മരണം. നമ്മളങ്ങനെ പറയാ. അല്ലാഹ് ഇവിടെ പറഞ്ഞത് മരണം ജീവിതം എന്നാ. ജീവിതം മരണം നമ്മൾ പറയാ സാധാരണ. അല്ലാഹ് ഇവിടെ പറഞ്ഞത് ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണം ജീവിതം. അതേതാ? അതാണ് 3ഉം 4ഉം ഘട്ടം. നമുക്ക് വരാൻ പോണ 3ഉം 4ഉം ഘട്ടം. അവിടെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അള്ളാന്റെ പരീക്ഷണമാണ് ഇവിടെ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല അമല്. ആ അമലുകൾ ചെയ്യേണ്ട കാലഘട്ടമാണ് സഹോദരങ്ങൾ ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ കേട്ടു നോക്കൂ നിങ്ങൾ. ഒന്ന്, റസൂൽ പറഞ്ഞു അഹബ്ബു ഇലല്ലാഹി മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ആദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ അമലിനോളം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമല് വേറല്ല. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ് ഈ ദിനങ്ങളിലേത്. മറ്റൊന്നും പ്രിയങ്കരല്ല എന്നല്ല പറഞ്ഞത്, ഏറ്റവും പ്രിയങ്കരം. ഈ ദിനങ്ങളെ നമ്മൾ കണ്ടറിയണം. ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്, ഉപയോഗപ്പെടുത്തണം. മറ്റൊരു ഹദീസിൽ കാണാം അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഅ്ളം, 1 അഹബ്, 2 അഅ്ളം, ഏറ്റവും മഹത്തരമേറിയത് ഈ ആദ്യത്തെ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിനങ്ങളിലെ അമലുകൾ. മറ്റൊന്ന് അഫ്ളൽ, അഫ്ളലു അയ്യാമി ദുനിയ. 1 അഹബ്,
2 അഅ്ലം, 3 അഫ്ളൽ. അഫ്ളലു അയ്യാമി ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളാണ് അയ്യാമുൽ അശ്ർ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. 4ാമത്തെ പ്രയോഗം മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ അമലിൻ അസ്ഖാ ഇൻദല്ലാഹി അസ്സ വജൽ. 1 അഹബ്ബാണ്, 2 അഅ്ലമാണ്, അതുപോലെ തന്നെ 3ാമത്തേത് അഫ്ളലാണ്, 4ാമത്തേത് അസ്ഖാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്. ഫി അശ്റിൽ അദ്ഹ, ഈ അശ്റുൽ അദ്ഹയിലാണ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസത്തെ ആദ്യത്തെ 10 ദിനങ്ങളിലാണ്. ഈ ദിവസങ്ങളെ, അവസരങ്ങളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി ഈ ഹദീസുകളൊക്കെ ജമ്മ ചെയ്തിട്ട് ഇബ്നു ഹജർ അസ്കലാനി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, വലദി യുളിഹു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ. എന്താണ് ഈ അശ്ർ ദിൽഹിജ്ജയുടെ പ്രത്യേകത? എന്താണ് ഇതിന്റെ കാരണം? എന്താണ്? ലിമക്കാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദത്തി ഫീഹി. ഇതിൽ ഈ ദിവസങ്ങളിൽ എല്ലാ ഇബാദത്തുകളും അതൊക്കെ ഈ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്നതാ. സലാത്ത് നിസ്കാരമുണ്ട്, സിയാമ് നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, ഹജ്ജുണ്ട്. ഇതൊക്കെ ഈ ദിവസങ്ങളിൽ വരിക. മറ്റു ദിവസങ്ങളിൽ ഹജ്ജ് വരൂലല്ലോ. യൗമ തർവിയ ദുൽഹജ്ജ് 8, യൗമ അറഫ ദുൽഹജ്ജ് 9, യൗമൻ നഹർ ദുൽഹജ്ജ് 10, പിന്നെ അയ്യാമു തശ്രീക്ക് അടുത്ത തൊട്ട് 3 ദിനങ്ങൾ അതിനോടനുബന്ധിച്ച് വരുന്നു. അതിന്റെ കൂടെ വരുന്ന മറ്റ് 3 ദിനങ്ങളോ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശരി, ഇതിന്റെ പ്രത്യേകതകളൊക്കെ അറിയാം. ഫഅക്സിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് തുടങ്ങിയ ദിക്റുകളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളും 10 രാവുകളും തന്നെയാണ് സത്യം. എന്താണ് പറഞ്ഞത്? ദുൽഹജ്ജ് മാസത്തിന്റെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്. വശഫ്ഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും. അള്ളാഹു ഒറ്റയാണ്, മഖ്ലൂഖാത്തിൽ ഇരട്ടയാണ്, തന്നെ സത്യം. വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ, രാത്രി തന്നെയാണ് സത്യം, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജർ, ബോധമുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഇതിൽ വല്ല ദൃഷ്ടാന്തങ്ങളുമുണ്ടോ, സത്യവുമുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ചെറിയ നന്മകളാണെങ്കിൽ പോലും ആ നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുക. തിന്മകൾ, ചെറിയ തിന്മകളാണെങ്കിൽ പോലും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക. ഏത് ചെറിയ തിന്മകൾക്കും സഹോദരങ്ങളെ ഈ ദിവസം ചെയ്യുമ്പോൾ മറ്റ് ദിവസങ്ങളിനേക്കാൾ ഗൗരവമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ചെറിയ ചെറിയ തെറ്റല്ലേ? ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി വലിച്ചെറിയാണ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ വലിച്ചെറിയാണ്. മഴക്കാലം വന്നു, നദികളും പുഴകളുമൊക്കെ നിറഞ്ഞൊഴുകി. എന്നിട്ട് കടലിലേക്ക് വന്ന് പതിച്ചപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിലോമീറ്ററുകളല്ലേ ഉള്ളൂ ഇവിടുന്ന്. സദ്ദാം ബീച്ചിൽ ഇന്ന് പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും നിറഞ്ഞ് കടലിനെ മലിനമാക്കി. കടലത് കരയിലേക്ക് തള്ളി. കാരണം കടലിനൊരു പ്രത്യേകത എന്താ അറിയോ? കടലിൽ ലഹ്മൻ ത്വരീയ, അത് അള്ളാഹുവിൻ്റെതാണ് കടല്. അള്ളാഹുവാണ് ആ കടലിനെ സംവിധാനിച്ചത്. ഫ്രഷ് മത്സ്യങ്ങളാണ് മനുഷ്യർക്ക് തിന്നാനുള്ളത്. കടലിൽ എത്ര കണ്ടെയ്നറുകൾ മറിഞ്ഞ് രാസവസ്തുക്കൾ അതിൽ ഒലിച്ചു പോയാലും കടലിനെ ശുദ്ധീകരിക്കാനുള്ള ശക്തി അള്ളാഹ് കടലിന് കൊടുത്തിട്ടുണ്ട്. കടലിലെ മത്സ്യങ്ങൾക്ക് അതിന് അല്ലാഹു തആല കടലിലെ സംവിധാനമുണ്ടാക്കിയിട്ടുണ്ട്. കടലിൽ എന്ത് തന്നെ വന്നാലും അത് കടലിൽ കരയിലേക്ക് തള്ളും. അതിന്റെ വിഷാംശങ്ങളെ കടലിൽ കരയിലേക്ക് അത് തള്ളും. ഒരു അടി മുന്നോട്ട് കുറച്ച് നീങ്ങിപ്പോയാൽ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം അത് ചില പ്രവർത്തകർ വന്ന് വൃത്തിയാക്കി ശുദ്ധീകരിച്ചു. എത്രയാണ് ആയിരക്കണക്കിന് കുപ്പികളും വേസ്റ്റുകളുമാണ് കടൽ തീരത്ത് വന്നണിഞ്ഞത്. ഇതൊക്കെ നദികളിലും പുഴകളിലും ഇട്ടതാണ്. ഒരു ചെറിയ കാര്യമല്ല, തിന്മയാണത്. കടലും കരയും മലിനമാക്കുന്നത് വലിയ തിന്മയാണ്. അത് നമുക്ക് തോന്നുന്ന ഒരു ചെറുതല്ലേ എന്ന്, താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, എത്ര പ്രതിസന്ധികൾ വന്നാലും തിന്മകൾ ജീവിതത്തിൽ വരരുത്. പ്രത്യേകിച്ച് ഈ ദിനങ്ങൾ തീരും വരാൻ പാടില്ല. ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, പ്രതിസന്ധിയാണ്. കടലിൽ ഇളക്കമുണ്ട്. കടൽ ശാന്തമായ സമയത്തും കുറെ നാളുകളായി മത്സ്യങ്ങളില്ല.
ഇപ്പോൾ പല വീടുകളിലും പട്ടിണിയിലേക്ക് വരികയാണ്. സ്കൂൾ തുറക്കാൻ പോവുകയാണ്, കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ്. നല്ല സ്കൂളുകൾ ചേർത്തിട്ടുണ്ട്, നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട്. നന്നായി ശ്രദ്ധിക്കണം മക്കളെ. ബാഗും യൂണിഫോമും മാത്രം വാങ്ങിക്കൊടുത്താലേ നമ്മൾ ഉത്തരവാദിത്തം പൂർണ്ണമായി വിചാരിക്കണ്ട. നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണെന്ന് വിചാരിച്ച് നമുക്കുള്ള കാശ് കടം വാങ്ങിയിട്ട് കൊണ്ടേ ചേർത്തു. കുട്ടികൾ പഠിക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ അവിടെയുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ കുറച്ച് മോശമാണ്. അത് ഏത് സ്കൂളാണെങ്കിലും ശരി, നന്നായി ശ്രദ്ധിക്കണം. പട്ടിണി കിടന്നിട്ട് കടം വാങ്ങിയിട്ട് മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ നല്ല പുസ്തകം വാങ്ങി നല്ല യൂണിഫോം ധരിച്ച് മക്കൾ പോട്ടെ എന്ന് കരുതി കാശ് ചെലവഴിച്ചാൽ മാത്രം പോരാ. മറിച്ച് ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾ പഠിച്ച് തീരുന്ന കാലം അത്രയും നമുക്ക് നല്ല ചിന്ത വേണം. ആ കുട്ടികൾ അവർ വളർന്നു വരുന്ന ചുറ്റുപാട്, ആ പുസ്തകത്തിൻ്റെ നല്ല പുതിയ പുസ്തകങ്ങളുടെ പുത്തൻ പുസ്തകങ്ങളുടെ വാസന, അവിടെ യൂണിഫോമിൻ്റെ അതിൻ്റെയൊന്നും ഭംഗിയുമൊന്നും ഒരു പക്ഷേ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ചുറ്റുപാടുമാണ് എന്ന് ധരിച്ചുകൂടാ. നമ്മൾ അത്രമാത്രം നമ്മുടെ നാട്ടിൽ ലഹരിയും അതനുബന്ധമുള്ള കാര്യങ്ങളും തിന്മകൾ വർദ്ധിച്ചു വരികയാണ്. ജാഗ്രത പാലിക്കണം. ശരി, അപ്പോ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഹലാലല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നൂടാ. ഹറാമുണ്ടാവരുത്. കടലിൽ കണ്ടെയ്നർ മറിഞ്ഞു കൊച്ചി കടലിൽ, എന്നിട്ട് അടുത്തേക്ക് പോവരുതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞാൽ നിയമപാലകർ പറയാൻ അനുസരിക്കണം. പിന്നെ അവിടെ പോയി നിന്നിട്ട് അതിന് രാസവസ്തുക്കളും കെമിക്കലുകളും ഉണ്ടെങ്കിൽ അതിലേക്ക് ചെല്ലല്ല വേണ്ടത്, അകന്ന് നിൽക്കണം. ഇനി അവിടേക്ക് ഒഴുകി വരുന്ന വസ്തുക്കൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? മരത്തടികൾ അത് കൊണ്ടുപോകുന്ന ദൃശ്യം നമ്മൾ കണ്ടു. മരത്തടികൾ, നല്ല മരത്തടികൾ ഒഴുകി അത് തീരത്തേക്ക് അണിഞ്ഞപ്പം അത് കിട്ടുന്നവർ കിട്ടുന്ന വാഹനത്തിൽ കൊണ്ടുപോവുക. ആ മരത്തടി നമുക്ക് ഹലാലാ? പാടുണ്ടോ? ആടിഞ്ഞു വരുന്ന വസ്തുക്കൾ നമുക്ക് എടുക്കാൻ പാടുണ്ടോ? അതിന് അവകാശികളില്ലേ? അത് അവിടെ വെക്കണ്ടേ? എടുത്തു കൊണ്ടുപോകാൻ പാടുണ്ടോ? ഏത് പ്രതിസന്ധികളിലും സഹോദരങ്ങളെ ഹറാമിന്റെ ഒന്നും നമ്മുടെ ഇതിലേക്ക് വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നും അല്ല പടച്ചോൻ്റെത്. നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഇതിലൊക്കെ പടച്ചോൻ ചില തീരുമാനങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ. ആരാ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കാന്ന് ചോദിച്ചപ്പോ റസൂല പറഞ്ഞെന്താണെന്നറിയോ? ആദ്യം സ്വർഗത്തിലേക്ക് കടക്കൽ അള്ളാന്റെ റസൂല. പിന്നെ ആരായിരിക്കും എന്നറിയോ? മുഹാജിറുകളിലെ കഷ്ടപ്പെട്ടവർ, മുഹാജിറുകളിലെ ഫക്കീറന്മാർ. പിന്നീട് ആരാ കടക്കാന്നറിയോ? അൻസാറുകളിലെ ഫക്കീറന്മാർ, അൻസാറുകളിലെ പാവങ്ങൾ. മുഹാജിറുകളിലെ പണക്കാർക്ക് പിന്നെ ഉള്ളൂ, അൻസാറുകളിലെ പണക്കാർക്ക് പിന്നെ ഉള്ളൂ. പടച്ചോന്റെ തീരുമാനം വേറെയാണ് സഹോദരങ്ങളെ, നമ്മൾ വിചാരിച്ചതല്ല. ഈ ദുനിയാവിൽ ഒതുങ്ങണ നമ്മളെ ചിന്തയെ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ലോ. ലബനാനിലെ ഒരു ഹാജിക്ക് 2 തവണ വിമാനം ഇറങ്ങിയത് ആരാ എന്ന് അറിയാത്തത് ഈ കൂട്ടത്തിലുള്ളത്. 2 തവണയാണ് വിമാനം പറന്നുയർന്നത് അയാളെ കൊണ്ടുപോകാതെ. ചെറിയ ചില അദ്ദേഹത്തിന്റെ യാത്രാ രേഖകളിലെ ചില പ്രശ്നങ്ങൾ വന്നപ്പോ അദ്ദേഹം ലേറ്റായി താമസിച്ചു. അപ്പോഴേക്ക് വിമാനം പുറപ്പെട്ടു, കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാങ്കേതിക തകരാറ് മൂലം രണ്ടാമത് തിരിച്ചിറങ്ങി. എപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നോക്കി, അപ്പോഴും പറഞ്ഞു കൊണ്ടാൻ പറ്റില്ല എന്ന്. വിമാനം വീണ്ടും പോയി, സാങ്കേതിക തകരാറ് വന്നു. പിന്നീട് ഇറക്കിയിട്ട് അപ്പൊ പൈലറ്റ് പറഞ്ഞു ഇനി അയാളെ കൊണ്ടാകാതെ പോകാൻ പറ്റൂല. അള്ളാഹുവിന്റെ വിളിക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ എന്ന മന്ത്രമുദ്ര അള്ളാഹുവിന്റെ വിളിക്കത്ര നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്ന അവിടെ എത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി, 42,000 ഹാജിമാർ പൈസ കൊടുത്തവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റിലല്ലാതെ പ്രൈവറ്റ് ഏജൻസികളിൽ കാശ് കൊടുത്ത് ഹജ്ജിന് കാശ് കൊടുത്ത 42,000-ഓളം ആളുകൾക്ക് അവര് ഹജ്ജ് കമ്മിറ്റി പോകുമ്പം 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ആണെങ്കിൽ ഇതിൽ 8, 9, 10 ലക്ഷം കൊടുക്കാൻ കഴിവുള്ള ആൾക്കാര്, ഉയർന്നവര് നോക്കൂ നിങ്ങൾ, അവർക്ക് പോകാൻ 42,000-ഓളം ആളുകൾക്ക് പോകാൻ പറ്റിയില്ല പ്രാവശ്യത്തെ ഹജ്ജിന്. അപ്പൊ പടച്ചോന് തീരുമാനമാണതൊക്കെ. പോകാൻ കഴിയാത്തല്ലോ മോശമെന്നല്ല പറഞ്ഞത്, മറിച്ച് നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല റബ്ബിനുണ്ട്. നമുക്ക് ചിന്തിക്കും, നമ്മൾ ആലോചിക്കും, പക്ഷേ തീരുമാനം നടപ്പിൽ വരുത്തൽ സഹോദരങ്ങളെ അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സമയവും സന്ദർഭവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിയാണ്. അദ്ദേഹം ആമിർ ബിൻ ഖൈസ് എന്ന പ്രമുഖ സ്വഹാബിയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. ആമിർ ബിൻ ഖൈസിന് മരണം ഹാജരായപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സഹാബികൾ ചെന്നപ്പോ അദ്ദേഹം സുഖമില്ലാതെ അദ്ദേഹം പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിനെ കിടത്തം കണ്ട് അവർ ചോദിച്ചു, അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട്, മരണാസന്നനായി കിടക്കുകയാണ്.
അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, യാ ആമിർ മാ യുബ്കീക്, ആമിർ എന്താണ് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മാ അബ്കി ലന്നം ബി ദുനിയാക്കും, നിങ്ങള് ഞാൻ വിചാരിച്ച പോലെ ഈ ദുനിയാവ് ആലോചിച്ചിട്ട് ഇതൊക്കെ വിട്ടു പോവുകയാണല്ലോ എന്ന് കരുതി കരയല്ല. ഇന്നമാ അബ്കി അലാ ഫിറാഖ്, മറിച്ച് ഞാൻ ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ കണ്ണ് നിറഞ്ഞതിന്റെ കാരണം അതെന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, ഇനി എനിക്ക് നട്ടുച്ച സമയത്ത് അതിശക്തമായ വെയിലുള്ള സമയത്ത് ദാഹത്തിന്റെ ആ പ്രയാസം, ആ ദാഹം എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ സുന്നത്തും പോൽക്കാൻ പറ്റൂലല്ലോ എന്ന്. രണ്ടാമത്തെ സങ്കടം, തണുത്ത രാത്രിയിൽ എനിക്ക് ആ തണുപ്പ് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന്. മരിക്കാൻ കിടക്കുമ്പോഴുള്ള കണ്ണീരാണ്. ഒന്ന്, സുന്നത്ത് നോമ്പ് എടുക്കാൻ കഴിയില്ലല്ലോ എന്നാ. രണ്ട്, രാത്രി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്നാ. ഇതാണ് അദ്ദേഹത്തിന്റെ സങ്കടം. സഹോദരങ്ങളെ, ഇബാദത്തുകൾ മുറിഞ്ഞു പോകുമല്ലോ, അമലുകൾ. ഈ ദുനിയാവ് ദാറുൽ അമലാണ്, അമലുകൾ ചെയ്യേണ്ട ലോകമാണ്. അമലുകൾ ചെയ്യാൻ കഴിയില്ലല്ലോ ഞാൻ മരിച്ചാൽ എന്ന സങ്കടമാണ് നമുക്ക്. സഹോദരങ്ങളെ, ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ട വേദന ഉണ്ടോ? ഒരു ജുമഅക്ക് നേരം വൈകി വരുമ്പോ നമുക്ക് വേദനയുണ്ടോ, പ്രയാസമുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. എങ്കിൽ ഈ അവസരങ്ങളെ, ഈ സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ദുൽഹജ്ജ് മാസത്തിന് ആദ്യത്തെ 10 ദിനങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കാനുള്ള ദിനങ്ങളും സമയങ്ങളുമായിട്ട് കണക്കാക്കുക. വരാൻ പോകുന്ന 2 ഘട്ടം ബാക്കിയുണ്ട്. അത് ഖബറും പരലോകവുമാണ്. ആ ഘട്ടത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ലോകത്ത് നന്മ പ്രവർത്തിച്ചേ പറ്റൂ. ഇവിടെ തെറ്റുകൾ വന്നാൽ, തിന്മകൾ വന്നാൽ, സഹോദരങ്ങളെ, വരാനിരിക്കുന്ന 2 ഘട്ടവും നമുക്ക് പ്രയാസകരമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹിജ്ജ 9 അടുത്ത വെള്ളിയാഴ്ചയാണ്. അറഫ ദിനം, യൗമു അറഫയിലെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ്. ശനിയാഴ്ച ഈദുൽ അദ്ഹയാണ്, യൗമുൻ നഹറാണ്, ബലിയറുക്കേണ്ടതാണ്. മക്കയിൽ അറഫ, അവിടെ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അറഫ അത് വ്യാഴാഴ്ച ദിവസമാണ്. നമുക്ക് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഹജ്ജ് 9 വരുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നോമ്പ് അന്നാണ് നോൽക്കേണ്ടത്. അറഫയിൽ ആൾക്കാരൊക്കെ വ്യാഴാഴ്ച അവിടെ അല്ല നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതല്ല, ഐക്യദാർഢ്യം എന്നൊരു വാക്ക് ഹദീസിലൊന്നും വന്നിട്ടില്ല. പിന്നെ ആരോട് ഐക്യദാർഢ്യം? അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ നോമ്പ് എടുക്കുമോ? നോമ്പ് വെച്ചിട്ടല്ല, നോമ്പാണല്ലോ. നോമ്പ് കൊണ്ടല്ല ഐക്യദാർഢ്യം. ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ ഓർക്ക് നോമ്പ് വേണ്ടേ? അറഫയിലുള്ള ഹാജിമാർക്ക് നോമ്പുണ്ടെന്ന് അവർക്ക് നോമ്പുണ്ടാവില്ല, നോമ്പ് എടുക്കാൻ പാടില്ല, അന്ന് നോമ്പില്ല അവർക്ക്. അപ്പോൾ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് അറഫയുടെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അത് മനസ്സിലാക്കുക. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരുപാട് പ്രതിഫലങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു വസ്സനതല്ലതി ബഅദഹു. നല്ല നെയ്യത്തോടു കൂടി പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ആ നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരുമെന്നാണ്. അതോടൊപ്പം ദുൽഹിജ്ജ 1 മുതൽ 9 വരെ ഒരാൾ സുന്നത്ത് നോമ്പ് തുടർച്ചയായി നോൽക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസുമു തിസ്അദിൽ ഹിജ്ജ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് അനുവദനീയമാണ്, മുസ്തഹബാണ്, അവർക്ക് ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്? ആ ദിവസങ്ങളിൽ നല്ല കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആ കർമ്മങ്ങളിൽ ഒരു കർമ്മമാണ് നോമ്പ്. ആ നിലക്ക് ദുൽഹിജ്ജ 1 മുതൽ 9 വരെ അറഫയുടെ നോമ്പടക്കം നോമ്പനുഷ്ഠിക്കാം. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം കിട്ടുന്ന ഇബാദത്തുകൾ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ കടലിനെ അള്ളാഹു ശാന്തമാക്കി തരട്ടെ. ധാരാളം മത്സ്യങ്ങൾ കിട്ടുന്ന ഒരു ഇളക്കമായി ഈ കടലിൻ്റെ ഇളക്കത്തെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ പട്ടിണിയും കടങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് കടങ്ങളൊക്കെ വീട്ടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഈശത്തിന്റെ മാർഗ്ഗത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ദിനങ്ങളിൽ അള്ളാഹുവിൽ ഇഷ്ടപ്പെടുന്ന ധാരാളം അമലുകൾ മടിയില്ലാതെ അലസതയില്ലാതെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി ഈമാൻ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ അല്ലാഹുമ്മ അതിഖ് റിഖാബനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.